അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാണ്, മുത്തുനബി പഠിപ്പിക്കുന്നു, ക്ഷീണമില്ലാതെ നിസ്കരിക്കുന്ന പോലെയോ സുബ്ഹാനല്ലാഹ് തീരെ ഒഴിവാക്കാതെ നോമ്പെടുക്കുന്നവനെ പോലെയുമാണ് അവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. വീണ്ടും നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളെ പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ ദുർബലരെ അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങൾ എന്താക്കുക? പാവപ്പെട്ടവരെ, സാധുക്കളെ, മിസ്കിന്മാരെ അന്വേഷിക്കുക. കുടുംബത്തിലുണ്ടോ, നാട്ടിലുണ്ടോ, മഹല്ലത്തിലുണ്ടോ, അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് CM ചാരിറ്റി ചെയ്യുന്നത്. ഈ മഹത്തായ സംഘടനയുടെ ചാരിറ്റിയുടെ കീഴില്, ഈ കൂട്ടായ്മയുടെ കീഴില് സുബ്ഹാനല്ലാഹ് വയനാടിന്റെ മലമടക്കുകളിൽ ചെല്ലുന്നു. നിങ്ങളൊക്കെ അതാ കണ്ടിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് കാണാനാണ്, ഞങ്ങൾക്ക് പവറെടുക്കാനല്ല ഫോട്ടോ എടുത്തു വിട്ടത്. പാവപ്പെട്ടവരെ കണ്ടെത്തുന്നു. സുബ്ഹാനല്ലാഹ് വാടക വീട്ടിൽ ലൈൻ റൂമിലും പൊട്ടിപ്പൊളിയാനായ സ്ഥലത്തും താമസിക്കുന്നവർക്ക്, അതേ ഉമ്മ, പെങ്ങളെ, രക്ഷിതാക്കളെ, സുബ്ഹാനല്ലാഹ് നിങ്ങളൊക്കെ വീടുകളില്, മുഅ്മിനീങ്ങളുടെ വീടുകളില് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങള്, ആ വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അതിൽ പുതപ്പുണ്ട്, വിരിപ്പുണ്ട്, അതിൽ കുട്ടികളുടെ ഡ്രസ്സുണ്ട്, മിഡിയുണ്ട്, ടോപ്പുണ്ട്, ഫർദയുണ്ട്, മഫ്തയുണ്ട്, ഷർട്ടുണ്ട്, ടീഷർട്ടുണ്ട്, ഫാൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. തട്ടമുണ്ട്, മഫ്തയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. എല്ലാം ശേഖരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അതാ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പാവപ്പെട്ടവര് തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങള്, അത് വയനാടും മറ്റു സ്ഥലങ്ങളും ഒക്കെയുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹ് അവിടേക്ക് ചെല്ലുമ്പോൾ അതാ രണ്ട് കൈയും നീട്ടി വാരിയെടുത്ത് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത ദിവസം ഞങ്ങൾ പോയപ്പോ അതേ ഞങ്ങളോട് പറഞ്ഞത് എന്താണ്? റമളാനല്ലേ വരുന്നത്, നിസ്കാരക്കുപ്പായം വേണോ, നിസ്കാരക്കുപ്പായം വേണമെന്ന് പറയുന്നു. അല്ലാഹ് നിസ്കരിക്കാനുള്ള മുസല്ല വേണമെന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, 1ഉം 2ഉം 3ഉം നിസ്കാരക്കുപ്പായം, 4ഉം 5ഉം 6ഉം മുസല്ല നമ്മളെ വീട്ടിലുണ്ട്. അലമാരയില് ഇന്നുവരെ എടുക്കാത്ത മുസല്ലകളുണ്ട്, ഇന്നുവരെ ഉപയോഗിക്കാത്ത നിസ്കാരക്കുപ്പായങ്ങളുണ്ട്. ഉമ്മ, പെങ്ങളെ, നിങ്ങൾ നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കണേ. അതേ മുത്തുനബി പഠിപ്പിക്കുന്നു, എന്നെ നിങ്ങൾ അന്വേഷിച്ചോളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുർബലരെ അന്വേഷിച്ച് കണ്ടെത്തുക, പാവപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി തങ്ങളെ പറയുന്നു, ഫഇന്നമാ തുൻസറൂൻ. എന്നിട്ട് നബി തങ്ങളെ പറയാണ്, നിങ്ങൾക്ക് സഹായം കിട്ടുന്നത്, നിങ്ങൾക്ക് മഴ കിട്ടുന്നത്, നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്, നിങ്ങൾക്ക് അതാ കാലത്തിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും റബ്ബ് ചെയ്തു തരുന്നത് അല്ലാഹ്. വതുർസഖൂന ബിദുഅഫാഇക്കും. കട്ടുന്നത് നിങ്ങളിലെ സാധുക്കൾ കാരണമാണ്, നിങ്ങളിലെ പാവപ്പെട്ടവര് കാരണമാണ്, നിങ്ങളുടെ ദുഅഫായിങ്ങളെ കാരണമാണ്, നിങ്ങളിൽ പാവപ്പെട്ടവര് കാരണമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവരുണ്ടോ, അവര് കാരണമാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്, നിങ്ങളെ
മഹല്ലത്തിന്റെ അഭിവൃദ്ധി, നിങ്ങളെ മഹല്ലത്തിന്റെ പുരോഗതി നിങ്ങളെ മുതലാളിമാരെ പവർ കൊണ്ടല്ല, നിങ്ങളെ പണക്കാരുടെ പവർ കൊണ്ടല്ല. നബി തങ്ങൾ പറയുന്നു, നിന്റെ വീട്ടിൽ ഭക്ഷണം വരുന്നത്, നിന്റെ വീട്ടിലേക്ക് റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്, നമ്മുടെ വീട്ടിലേക്ക് റബ്ബിന്റെ ബറക്കത്തുണ്ടാകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് റബ്ബിന്റെ ഇസ്സത്ത് ഉണ്ടാകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് സന്തോഷമുണ്ടാകുന്നത് പാവപ്പെട്ടവരെ കാരണമാണ് നിന്നെ സഹായിക്കുന്നത്. അവരെ കാരണമാണ് നിനക്ക് ഭക്ഷണം തരുന്നത് കിട്ടുന്നതെന്ന് സാദിഖുൽ മസ്തൂഖ്, അതേ അൽ അമീനായ, അതേ മുത്തിലും മുത്തായി കത്തിത്തെളിയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും എന്റെ കൂടെ ഒരു സലാത്ത് മദീനയിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് ചൊല്ലു. സ്വലാത്തും തസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബാരിയതി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ധർമ്മം, പാവപ്പെട്ടവനോടുള്ള അഗാധമായ സ്നേഹം, അവരെ അതാടുപ്പിക്കൽ, ഓരം ചേർന്ന് നിൽക്കല്. എന്നിട്ട് പറയാണ് നബി തങ്ങൾ, സുബ്ഹാനല്ലാഹ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് മറ്റുള്ളവരെക്കാൾ മഹത്വം തനിക്കുണ്ടെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ആരാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു? സഹാബിയാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സഹാബികളിൽ പ്രമുഖനാണ്. അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബരിയ സഹാബികളെ കൂട്ടത്തിൽ പ്രമുഖന്. ആ സഹാബിക്കൊരു തോന്നല്, എന്ത് എനിക്ക് മറ്റുള്ളവരെക്കാൾ മഹത്വമുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ദുർബലർ കാരണമായിട്ടല്ലേ നബി തങ്ങൾ പറയാണ്, നിങ്ങളിലുള്ള ദുർബലർ കാരണമായിട്ടല്ലേ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതും സഹായം കിട്ടുന്നതും. നിങ്ങളിലുള്ള ദുർബലർ കാരണമായിട്ട്, പാവപ്പെട്ടവരെ കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഭക്ഷണവും സഹായമൊക്കെ അല്ലാഹു തരുന്നത്. നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കണം. സുബ്ഹാനല്ലാഹ്, വഷ്കുർ ലിമൗലക മാ ഔലാക മിൻ നിഅമിൽ ഫശുക്റു യസ്തൗജിബുൽ ഇഫ്ളാല വൽ കറമ. നിന്റെ യജമാനൻ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറയണം. നിന്റെ യജമാനൻ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറയണം. സുബ്ഹാനല്ലാഹ്, ഫശുക്റു യസ്തൗജിബുൽ ഇഫ്ളാല വൽ കറമ. നന്ദി ഔദാര്യം വീണ്ടും ലഭിക്കാൻ കാരണമാകും. നന്ദി ലഭിക്കാൻ, അള്ളാന്റെ ഔദാര്യം ലഭിക്കാൻ വീണ്ടും വീണ്ടും കാരണമാകണമെങ്കിൽ നിനക്ക് അള്ളാഹ് ചെയ്ത നിഅമത്തിനൊക്കെ നീ ശുക്ർ ചെയ്യണം. എന്നിട്ട് പറയാണ്, വർഹം ബിഖൽബിക ഖൽഖല്ലാഹി ഫർഅഹുമു. മുഴുവൻ സൃഷ്ടികളോടും നീ ഹൃദയം കൊണ്ട് കരുണ കാണിക്കണം. മുഴുവൻ സൃഷ്ടികളോടും. ഇവിടെ ജാതിയില്ല, മതമില്ല, ജാതിയില്ല, മതമില്ല, ഗ്രൂപ്പില്ല, രാഷ്ട്രീയമില്ല,
ചെറിയവനോ വലിയവനോ കറുത്തവനോ വെളുത്തവനോ ഒന്നുമില്ല. കുറിയവനോ വലിയവനോ പണക്കാരനോ പാമരനോ പണ്ഡിതനോ എന്നില്ല. എല്ലാവരോടും നീ കരുണ കാണിക്കണം. ലഫളലി അറബിയിൻ അലൽ അജമി ലഫളലി അബിയദിൻ അൽ അസ്വദ് കുല്ലുകും ആദം ആദം മിൻ തുറാബ്. കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനം ഇസ്ലാമിലില്ല. അനറബിക്ക് അറബിയേക്കാൾ സ്ഥാനം ഇസ്ലാമിലില്ല. അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനവും ഇസ്ലാമിലില്ല. വെളുത്തവന് കറുത്തവനേക്കാളും സ്ഥാനം ഇസ്ലാമിലില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും മണ്ണിലേക്ക് മടങ്ങുന്നത്. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, എല്ലാ സൃഷ്ടികളോടും കരുണ കാണിക്കണം.